സൂപ്പർ സൂപ്പർ അടിപൊളി വ്യത്യസ്തമായ കഥ നല്ല രസമുണ്ട് കഥ മൊത്തത്തിൽ ആ മേക്കിങ്ങിന്റെ രീതിയും പിന്നെ കഥ നമ്മളിലേക്ക് എത്തിച്ച ഒരു സ്റ്റൈലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ചേട്ടന്മാര് നല്ലോണം ആക്ട് ചെയ്യാൻ പറ്റി. പിന്നെ നല്ലൊരു മൂവിയായിരുന്നു. കണ്ടിരിക്കാൻ സിനിമ നല്ല അടിപൊളി സൂപ്പർ ആയിരുന്നു. ആർട്ടിസ്റ്റ് ആയിട്ട് എല്ലാവരും ഭയങ്കര അതെ നല്ല സിനിമ. എന്താ പറയാ, കൂടുതൽ ഭയങ്കര താത്വികമായി പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ കണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റണ നല്ല സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? കഥയാണോ? നല്ല കഥയാ, മൊത്തത്തില് നല്ലതാ. ഞാൻ ഈ സിനിമ എന്താ പറയാ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു സിനിമ. ഒന്നും അറിയില്ലായിരുന്നു, ഇതിന്റെ സംഭവങ്ങളൊന്നും എനിക്കറിയാതെ തന്നെ ഞാൻ വന്നത്. നല്ല സിനിമ, നല്ല ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ കാണാൻ പറ്റും. നല്ല സിനിമ, നല്ല ഫിലിം. നല്ലായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. എല്ലാവരും അഭിനയം ആദ്യം തന്നെ പറയാം, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാം. പിന്നെ ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയാണ് അവരതിൽ ചെയ്തത്. പലരും അറിയപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ്, പുറത്തറിയാത്ത കാര്യങ്ങൾ. അത് പറഞ്ഞപ്പോ മനസ്സിലാക്കും, സാധാരണക്കാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് മെസ്സേജ്. എല്ലാം നല്ലതായിരുന്നു, കാരണം നല്ലായിരുന്നു. നമുക്ക് മൊത്തം ഒരു എന്താ പറയാ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന സർക്കാരിന്റെ അതെ. പിന്നെ കുടുംബത്തിന് ഒരു ഇതുണ്ടല്ലോ, ഏത് പ്രശ്നം ഉണ്ടായാലും ആ ഫാമിലി റിലേഷൻഷിപ്പ് അതും നന്നായിട്ട് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പലരും അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണെന്ന്. എല്ലാവരും അഭിനയം നല്ല, കുട്ടികളുടെ അഭിനയാലും നല്ലതായിരുന്നു. ഒരു സർക്കാർ ഉൽപ്പന്നം അല്ലേ? നല്ല സിനിമ, നല്ല സിനിമ, കോമഡി സിനിമയാണ്. നല്ല സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് സംസാരിച്ചിരിക്കുന്നത്. രസമുള്ള പടാ, അടിപൊളി പടാ. എന്താ എങ്ങനെയുണ്ട്? നല്ല സിനിമയായിരുന്നു, നല്ല കോമഡിയാ. നന്നായി ചിരിക്കാണ്ടല്ലേ? നന്നായി ചിരിക്കാണ്ട്, നല്ല കോമഡി സിനിമയാണ്. ഇപ്പൊ ഒരു സിനിമയും കൂടി വിജയിച്ചു. അപ്പൊ മലയാളത്തിലെ എല്ലാ സിനിമകളും വിജയിക്കുന്നുണ്ട്. അതിന് വലിയ സന്തോഷം. പറയേ സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. ചിരിക്കാനുണ്ട്, കഥയുണ്ട്, അടിപൊളിയായിരുന്നു. നല്ല സിനിമയായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണ് ഇല്ല, നല്ല ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്തതാണ്. മലയാളത്തിൽ വന്നിട്ടില്ല. നല്ല എല്ലാ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരു 1:55 ഉണ്ട് ഡ്യൂറേഷൻ. ആ സമയം വരെ ഭയങ്കര എൻഗേജിങ് ആണ് പടം. ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മനോഹരമായ സിനിമയാണ്. സ്റ്റോറി റിവീൽ ചെയ്യാൻ പാടില്ലല്ലോ, ശരിയല്ല? അല്ല, അതൊരു ഫാമിലിയാണ്, ഫാമിലി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഡയറക്ടറാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത്. നല്ല വർക്കാണ്. ടോട്ടലി സിനിമ നല്ല എൻഗേജിങ് ആണ്. നല്ല സിനിമ, നല്ല വിഷയം, നന്നായി സംസാരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ സിനിമയാണ്. സർക്കാർ ഉൽപ്പന്നം. ഒരു ചെറിയ സമൂഹത്തിലെ ചെറിയ ഒരു നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമുണ്ട്. ആ കാര്യത്തെ നമ്മളൊരു സർക്കാർ സംവിധാനത്തിനൊക്കെ ആശ്രയിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പിഴവ് പറ്റിയിട്ടൊരു കുടുംബം തന്നെ അതിൻ്റെ ബലിയാടായി മാറുന്നു. അത് വളരെ മനോഹരമായി ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു, ഒരു നാട്ടിൽ നടക്കുന്നതായിട്ട് അവതരിപ്പിക്കുന്നു. നടീനടന്മാരും അതിൻ്റെ സംവിധാനവും ഒക്കെ കൊണ്ട് ഒരു കൊച്ചു പടം എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാമെന്നുള്ള തെളിവാണ് ഈ പടം. വലിയ കോടികൾ മുടക്കിയുള്ള സിനിമ, അതുമൊക്കെ വിജയിക്കേണ്ടതാണ്. വലിയ താരങ്ങളുള്ള സിനിമകൾ, ഇതൊരു വ്യവസായമായതുകൊണ്ടും കലാ മൂല്യമുള്ള സിനിമകളും എല്ലാം വിജയിക്കേണ്ടതാണ്. അതിനൊപ്പം തന്നെ ഇതുപോലെ കൊച്ചു സിനിമകൾ വിജയിക്കേണ്ടത് കൂടിയാണ്. വലിയ താര ബാഹുല്യം എന്നുള്ള പടമല്ല, എന്നാൽ സമൂഹത്തിൽ നമ്മൾ കാണേണ്ട ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയായിട്ടല്ല, വളരെ രസാവഹമായിട്ട് തമാശകളും ഒക്കെ ഉൾക്കൊള്ളിച്ചു. ആ കഥയും അതുപോലെ തന്നെ അതിലെ ആക്ടിങ്ങും ഒക്കെ തന്നെ വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ടതാണ്.